കല്യാണം അടുത്ത് വരുമ്പോൾ മുത്തശ്ശൻ അനിയത്തിയെ വേഗം വിളിച്ചു വരുത്താനായിട്ട് ഹീറോയോട് പറയുന്നു. അവൾ മുത്തശ്ശനെ വിളിക്കുന്നത് തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എക്സിന് ഒരു നേരം പോലും സമാധാനം കൊടുക്കുന്നില്ല ലേഡി. ഇനി അവളെ തൊടാൻ പോലും പറ്റില്ല. ആദ്യത്തെ പ്ലാൻ ഫെയിലായി. നമ്മളാണ് ചെയ്തതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നതിനാൽ നീയാണ് ആ പ്രതിന്ന് വേഗം കണ്ടെത്തും. സോ കയ്യിലുള്ള ക്യാഷുമായി രക്ഷപ്പെടാം. ഇതാണ് അവസാനത്തെ പോംവഴി എന്ന് പറയുമ്പോൾ ആ ലേഡിക്ക് അസിസ്റ്റന്റ് കോൾ ചെയ്യുന്നു. അവരുടെ കണക്കുകൾ ഓഡിറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ടാക്സ് ഓഫീസിൽ നിന്ന് ആൾക്കാരെ അയച്ചിരിക്കുന്നു. അവരുടെ ഓർഡറുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയതിനാൽ ഓഡിറ്റിംഗ് പരിശോധനയിൽ നല്ല പിഴടക്കേണ്ടി വരും. അതിനാൽ അയാൾക്ക് ഒരടി കൊടുത്ത്, ഇത് നീ ഇപ്പോഴാണ് പറയേണ്ടത്, നേരത്തെ പറഞ്ഞിരുന്നൂടെ, ഓഫീസിൽ പോയിട്ട് വരാം, കൊച്ചുമകനെ നോക്കി ഇവിടെ ഇരിക്കി. ഇപ്പോൾ എക്സിന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റിപ്പോയി. അവരുടെ പണം വേണമെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വഴി കണ്ടെത്തിയേ തീരൂ. ഇവിടെ അനിയത്തി ഹീറോയിന്റെ ഡിസൈൻ ചെയ്ത ജ്വല്ലറിയൊക്കെ നോക്കി നിൽക്കുമ്പോഴാകും മുത്തശ്ശൻ വിളിക്കുന്നത്. ചേട്ടന്റെ ചേട്ടത്തിയുടെ കല്യാണത്തിന് വരാനായിട്ട്. എന്നാൽ അവൾ വരില്ലെന്ന് മുത്തശ്ശൻ നല്ല രീതിയിൽ ഉറപ്പായി. സോ മുത്തശ്ശൻ എബ്രോഡിൽ പോയി കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയുമ്പോൾ ഹീറോ അത് തടയുകയാണ്. അവളിപ്പോൾ ഹീറോയിൻ്റെ ബോസാണ്. അവൾ വർക്ക് ചെയ്യുന്ന കമ്പനി അനിയത്തിയുടേതാണ്. അവൾ കള്ളം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ കമ്പനി നിൽക്കുന്നത്. അവൾക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്ന് കേട്ടതും മുത്തശ്ശനൊരു കാര്യം മനസ്സിലായി. അവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാവുകയാണ്. നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.